ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് ലെൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഒരു റേ ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണത്? ആദ്യം ഒരു ലൈൻ വരക്കുക. എന്നിട്ട് അവിടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഒരു O എന്ന പോയിന്റ് രേഖപ്പെടുത്തുക. അതെന്താണ്? ഒപ്റ്റിക് സെന്ററിനെ ഉദ്ദേശിക്കുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്കും താഴേക്കും 90 ഡിഗ്രിയിൽ 90 ഡിഗ്രിയിൽ ഒരു നിശ്ചിത അകലത്തിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ഒരു 3 സെന്റിമീറ്ററോ മറ്റോ മുകളിലോട്ടും താഴോട്ടും ഒരേ നീളം അളന്നിട്ട് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കോൺവെക്സ് ലെൻസിന്റെ ഡയഗ്രമാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ ഒരു തിക്നെസ് കുറഞ്ഞ ഒരു കോൺവെക്സ് ലെൻസ് ഇതുപോലെ വരയ്ക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ഇനി വരക്കാൻ പോകുന്നത് കോൺകേവ് ലെൻസിന്റെ കാര്യമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തിക്നെസ് കുറഞ്ഞ ഒരു കോൺകേവ് ലെൻസ് ആ O എന്ന സ്ഥലത്ത് വരക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമുക്ക് വരച്ചു ചേർക്കാം. ഒരു തിക്നെസ് കുറഞ്ഞ ഒരു കോൺകേവ് ലെൻസ് ഇതുപോലെ വരച്ചു ചേർക്കുക. എന്നിട്ട് മുൻവശത്തും പിൻവശത്തുമായിട്ട്, അതായത് ഇടതും വലതുമായിട്ട് തുല്യ അകലത്തിൽ F അടയാളപ്പെടുത്തുക. ഒരു 3 സെന്റിമീറ്ററോ മറ്റോ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ട്വൈസ് ദ ലെങ്ത്, അതിന്റെ ഇരട്ടിയായിട്ട് 2F രേഖപ്പെടുത്തണം, മുന്നിലും പിറകിലായിട്ട്. ഇനി നമുക്ക് ഇവിടെയും 3 റൂൾസ് പഠിക്കാനുണ്ട്. ഈ റേ ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ 3 റൂൾസ് പഠിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? ഇവിടെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് 3 റൂൾസ് പഠിച്ചിരുന്നു. അതേപോലെ കോൺകേവ് ലെൻസിന്റെ 3 റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. We have seen how to form an image using a convex lens. Similarly, try to form an image using a concave lens. What's your finding എന്നാണ് പറഞ്ഞത്. അതായത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഇമേജ് ഫോം ചെയ്യാൻ കഴിഞ്ഞു. നമ്മളൊരു മെഴുകുതിരി, കാൻഡിൽ ലൈറ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതേപോലെ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇമേജ് അവിടെ സ്ക്രീനിൽ കിട്ടില്ല. ഓക്കെ, കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ ഒരു ഇമേജ് ഫോം ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് റിയൽ ഇമേജസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണല്ലോ. പക്ഷേ ഇവിടെ വെർച്വൽ ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം റൂൾസ് എന്തൊക്കെയാണെന്ന്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ്. അതായത് ഒരു കോൺകേവ് ലെൻസിന്റെ ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് ലൈറ്റ് റേ വരുന്നുണ്ടല്ലേ. അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെയാണ് പോകുന്നത്? അപ്പിയർ ടു ബി കമ്മിങ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഈ പോകുന്ന ലൈറ്റ് റേ ഈ വസ്തുവിന്റെ അതേ ഭാഗത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നില്ലേ? അതായത് പിറകോട്ട് നീട്ടി വരച്ചാൽ അത് F-ൽ മുട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെ നിങ്ങൾക്ക് വരക്കാം? ഇങ്ങനെ ഒരു ലൈറ്റ് റേ വരച്ചു, അതിന്റെ ഒരു ആരോ മാർക്കൊക്കെ കൊടുത്തു, എന്നിട്ട് F-ഉം ഈ ഒരു പോയിന്റും കൂട്ടിമുടിച്ചിട്ട് ഡോട്ടഡ് ലൈൻ വരക്കാം, എന്നിട്ട് അത് അങ്ങോളം നീട്ടി വരക്കാം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് നോക്കാം. ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ദ ലെൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദ അതർ സൈഡ്. എന്നാൽ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ദ ലെൻസിലേക്കൂടെ പാസ് ചെയ്യുന്നു. ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദ അതർ സൈഡ്. അതായത് അതർ സൈഡിലുള്ള, അതായത് ഇവിടെയുള്ള ഈ പ്രിൻസിപ്പൽ ഫോക്കസിനെ ഡയറക്റ്റഡ് ആയിട്ട് അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ലൈറ്റ് റേ വരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ വെച്ചാൽ റിഫ്രാക്ഷൻ സംഭവിക്കും. അതിൽ എങ്ങനെ പോകും? പാസസ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ്. ഈ ഒരു ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് അത് പാസ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കുക. റേസ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ. ഈ ഒപ്റ്റിക് സെന്ററിലേക്കൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് റേ പാസസ് വിത്തൗട്ട് ഡീവിയേഷൻ. ഓക്കെ, ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ കടന്നു പോകുന്നു. നോക്കുക, ഇവിടെ ലൈറ്റ് റേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതായത് പ്ലൂറൽ ആണല്ലോ. അപ്പോൾ ഇവിടെ പാസ് എന്ന് മാത്രം മതി, പാസസ് എന്ന് വേണമെന്നില്ല. ഓക്കെ, അതേപോലെ ഇവിടെയും റേസ് ഓഫ് ലൈറ്റ്, അതായത് പ്രകാശരശ്മികൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പാസ് എന്ന് മാത്രം മതി, പാസ് വിത്തൗട്ട് ഡീവിയേഷൻ. ഇനി നമുക്ക് ഈ ഒരു റൂൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം ഇമേജ് ഫോർമേഷന്റെ ആ ഒരു റേ ഡയഗ്രാം വരക്കുമ്പോൾ. നമുക്കറിയാം ഇമേജ് ഫോർമേഷൻ വരക്കുമ്പോൾ മിനിമം 2 റേസ് നമുക്ക് വരക്കണം അല്ലേ. അതായത് ഇവിടെ 3 റേസ് വരക്കാനുള്ള റൂൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇമേജ് ഫോർമേഷൻ വരക്കുമ്പോൾ നമ്മൾ മിനിമം 2 റേസ് വരച്ചാൽ മതിയാകും. വരക്കുന്ന ഈ ചിത്രത്തിൽ ഒബ്ജക്റ്റ് എവിടെയാണ് വയ്ക്കുന്നത്? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F ആണ്. ഈ F-നും ഈ 2F-നും ഇടയിലായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് അല്ലേ. OB ഒബ്ജക്റ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം മിനിമം 2 റേസ് വരക്കണം. ഒരു റേ ഞാനിങ്ങനെ വരച്ചു, ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരച്ചു. അതെങ്ങനെ പോകുമെന്ന് അറിയാം.
ആ ലൈറ്റ് റേ ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലുള്ള ഈ എഫിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു റൂൾ കണ്ടോ, ഇങ്ങനെ വന്നാൽ അത് അതേ സൈഡിലുള്ള എഫിൽ നിന്ന് വരുന്നത് പോലെ തോന്നണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഈ ഒരു പോയിന്റും എഫും ഇങ്ങനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഡോട്ടഡ് ലൈൻ വരച്ചു, എന്നിട്ട് അത് നീട്ടി വരച്ചു. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് റേയുടെ പാത്ത് നമ്മൾ വരച്ചു കഴിഞ്ഞു. മറ്റൊന്ന് നമുക്ക് ഏതെടുക്കാം, ഇതാ ഇതെടുക്കാം. സിമ്പിൾ അല്ലേ, ഓയിലെ കൂടെ പോകുന്നത് വിത്തൗട്ട് ഡീവിയേഷൻ, അതങ്ങനെ തന്നെ കടന്നു പോകുന്നു. അത് നമ്മൾ വരച്ചു. ഇതിന് ടോപ്പിൽ നിന്ന്, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ടോപ്പിൽ നിന്ന്, അതായത് ബി എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ലൈറ്റ് റേ വരച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് ലൈൻസും, നമ്മളിപ്പോൾ വരച്ച ഈ രണ്ട് ലൈൻസും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടോ, ഇവിടെയാണ് നമ്മളിങ്ങനെ ഇമേജ് വരച്ചേർക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഒരു ആരോ ഹെഡ് കൊണ്ട് ഇങ്ങനെ ആരോ ഇങ്ങനെ വരച്ചേർക്കാം. ഒരു ഇമേജ് നമുക്ക് ഇവിടെ കിട്ടി. ഇമേജ്, അതിൻ്റെ നമ്മളിങ്ങനെ ഇവിടെ ഡിനോട്ട് ചെയ്തു. ഇനി നോക്കുക, പൊസിഷൻ ഓഫ് ദ ഇമേജ്. ഈ ഒരു ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണുള്ളത്. എഫിനും ഈ ലെൻസിനും ഇടയിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇറക്റ്റ് ആണ്, അതായത് ഇതിങ്ങനെ നിവർന്നു നിൽക്കുന്ന ഒരു ഇമേജ് ആണ്, തലകീഴായിട്ടുള്ളതല്ല. പിന്നെയോ ഡിമിനിഷ്ഡ് ആണ്, അതായത് വളരെ ചെറുതാണ്. ഈ ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമേജ് എന്താണ്? ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ്. പിന്നെ അത് വെർച്വൽ ആണ്. വെർച്വൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അത്തരം ഇമേജസ് ആണ് വെർച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ ഇമേജസ്. ഓക്കെ, ദ ഇമേജസ് ദാറ്റ് കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ ബട്ട് ദാറ്റ് ക്യാൻ ബി സീൻ. അത്തരം ഇമേജസ് ആണ് വെർച്വൽ ഇമേജസ്. ഇനി നമ്മൾ ഒരു സാഹചര്യം നമ്മളിവിടെ പഠിച്ചു. മറ്റൊന്ന് നോക്കാം. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഒബ്ജക്റ്റിനെ നമ്മൾ ഈ എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലായിട്ട് വച്ചാൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. An object is placed between f and lens. Draw the ray diagram of the image formation in the science diary. നമുക്ക് നോക്കാം. ഏകദേശം ഈ ഒരു രീതിയിൽ വരും. സയൻസ് ഡയറിയിൽ ഇമേജ് വരച്ചിട്ട് നിങ്ങൾ പഠിക്കുക. നോക്കുക, ഒരു ലൈൻ നമ്മളിങ്ങനെ വരക്കും. ആദ്യം. എന്നിട്ട് ഏകദേശം മിഡിലായിട്ട് O എന്ന പോയിന്റ് നമ്മൾ രേഖപ്പെടുത്തും. എന്നിട്ട് ഇതിന് 90 ഡിഗ്രി മുകളിലോട്ടും താഴോട്ടും ഒരു നിശ്ചിത അളവ് എടുത്തിട്ട്, ഒരു 3 സെന്റിമീറ്റർ മറ്റോ എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വരക്കും. പിന്നെയോ ഇതിന്റെ വലതുവശത്തും ഇടതുവശത്തായിട്ട് ഒരു നിശ്ചിത അകലത്തിൽ ഒരു 3 സെന്റിമീറ്റർ മറ്റോ എടുത്ത് എഫ് അടയാളപ്പെടുത്തും. പിന്നെ 2Fഉം അടയാളപ്പെടുത്തും. എഫ് 3 സെന്റിമീറ്റർ എടുത്തിട്ടുള്ളതെങ്കിൽ 2F 6 സെന്റിമീറ്റർ അകലത്തിലായിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്. പിന്നെയോ ഇവിടെ കോൺകേവ് ലെൻസിന്റെ കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ട് തിക്നെസ് കുറഞ്ഞ, ഓക്കെ, ഇതുപോലെ തിക്നെസ് കുറഞ്ഞ ഒരു ലെൻസ് വരച്ചാൽ മതി. ഇങ്ങനെ ഇവിടെ വരച്ചു ചേർക്കുക. ഇനിയോ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നോക്കണം. ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ആണ്. അപ്പോൾ ഈ എഫിനും ലെൻസിനും ഇടയിലായിട്ട് ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ വരക്കുക. ഓക്കെ, OB എന്ന് ഞാൻ അതിന് പേര് കൊടുത്തു. ഇനി നമുക്ക് ലൈറ്റ് റേസ് വരക്കാമല്ലോ. ഒരു ലൈറ്റ് റേ ഞാൻ ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരച്ചു. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ടുണ്ടോ? ഇത് എങ്ങനെ പോകും? ഇതേ ഭാഗത്തുള്ള എഫിൽ നിന്ന് പുറപ്പെടുന്ന പോലെ തോന്നുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത്ര വരെ വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ എഫും ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്ത് ഡോട്ടഡ് ലൈൻ വരച്ചു. എന്നിട്ട് ബാക്കി നമ്മൾ നീട്ടി വരച്ചു. ഓക്കെ, പിന്നെ മറ്റൊരു ലൈറ്റ് റേ നമുക്ക് എങ്ങനെ വരക്കാം? ഈ ഒരു ടോപ്പിൽ നിന്ന് ഓയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് വരക്കാം. ഈ രണ്ട് ലൈൻസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ഇമേജ് വരച്ചു ചേർക്കേണ്ടത്. ആദ്യം നമുക്ക് നോക്കാം പൊസിഷൻ ഓഫ് ദ ഇമേജ്. ഇവിടെ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. എഫിനും ലെൻസിനും ഇടയിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇത് ഇറക്റ്റ് ആണ്, അതായത് നിവർന്നതാണ് അല്ലെ, തലകീഴായതല്ല. ഇത് ഇറക്റ്റ് ആണ്. പിന്നെയോ ഇത് ചെറുതല്ലേ വസ്തുവിനേക്കാളും, അതുകൊണ്ട് ഇസ് ഡിമിനിഷ്ഡ്, ചെറുതാണ്. പിന്നെ ഇത് വെർച്വലുമാണ്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ അതേ വസ്തുവാണല്ലോ നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കുക, നമ്മൾ രണ്ട് സാഹചര്യങ്ങൾ പരിശോധിച്ചു. ഇതിൽ രണ്ടിലും പ്രത്യേകത നോക്കുക. പൊസിഷൻ ഓഫ് ദ ഇമേജ് രണ്ടിലും കിട്ടിയിരിക്കുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ആണ്. കണ്ടോ, ഓൺ ദ സെയിം സൈഡ്. പിന്നെയോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നോക്കുക. ഇറക്റ്റ്, ഡിമിനിഷ്ഡ്, വെർച്വൽ. ഇറക്റ്റ്, ഡിമിനിഷ്ഡ്, വെർച്വൽ. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഇവിടെ ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. കണ്ടോ, എഫിനും 2Fനും ഇടയിലും, പിന്നെ അഥവാ എഫിനും ലെൻസിനും ഇടയിലും ഇവിടെ എവിടെ ഒബ്ജക്റ്റ് വച്ചാലും
പൊസിഷൻ ഓഫ് ദ ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ് ആണ്. അത് വെർച്വൽ ആണ്, അത് ഇറക്റ്റ് ആണ്, പിന്നെ അത് ഡിമിനിഷ്ഡുമാണ്. ടേബിൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ് ഈസ് വെർച്വൽ. അല്ലേ, വെർച്വൽ ആണ് ഒരു കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പഠിച്ചു. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിന്റെ കാരണം എന്തായിരിക്കാം? ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആസ് കോൺകേവ് ലെൻസ് ഡൈവേർജസ് ലൈറ്റ് റേസ് ദ ഇമേജ് ഇറ്റ് ഫോംസ് ഈസ് ഓൾവേസ് വെർച്വൽ. എന്തുകൊണ്ടാണ്? കോൺകേവ് ലെൻസ് ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം. ഓക്കെ, അവ പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് റേസ് കണ്ടോ, ഇവിടെ കൂട്ടിമുട്ടുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദ ഇമേജ് ഇറ്റ് ഫോംസ് ഈസ് ഓൾവേസ് വെർച്വൽ. എപ്പോഴും വെർച്വൽ ഇമേജ് ആണ് കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്നത്. പിന്നെ അതിന്റെ പൊസിഷന്റെ പ്രത്യേകത എന്താണ്? ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ്. എല്ലായ്പ്പോഴും ദ ഇമേജ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ് ആയിരിക്കും. ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്. ആ ഒരു ഒബ്ജക്റ്റിന് അതേ സൈഡിലായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ക്യാൻ വി കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ ഇമേജ് ഫ്രം ദ ലെൻസ് വിൽ ബി ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഗിവൻ ഡിസ്റ്റൻസ്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ വയ്ക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമേജ് എത്ര ദൂരത്തായിരിക്കും ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ലെൻസ് ഇക്വേഷൻ. വിത്ത് റിഗാർഡ് ടു ദ ഇമേജ് ഫോർമേഷൻ ബൈ എ ലെൻസ് വി കൺസിഡർ ദ ഫോക്കൽ ലെങ്ത്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ടു ദ ഒബ്ജക്റ്റ് ആൻഡ് ടു ദ ഇമേജ്. അത് റേ ഡയഗ്രം നമ്മൾ വരക്കുമ്പോൾ സാധാരണയായിട്ട് അതിലൊരു ഒബ്ജക്റ്റ് വെക്കുന്നുണ്ട്, ഇമേജ് ഫോം ചെയ്യുന്നത് അത് വരക്കുന്നുണ്ട്, അതേപോലെ പ്രിൻസിപ്പൽ ഫോക്കസ് അതൊക്കെ വരക്കുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ 3 ലെങ്ത്സ് നമുക്ക് നോക്കാം, 3 നീളങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ഫോക്കൽ ലെങ്ത് പറയാറുണ്ട് അല്ലേ, അതായത് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഈ പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നുള്ള അകലമാണ് ഫോക്കൽ ലെങ്ത്. പിന്നെയോ ഇവിടെ ഒബ്ജക്റ്റ് വയ്ക്കുന്നുണ്ടല്ലോ, ഈ ഒബ്ജക്റ്റിലേക്കുള്ള നീളം നമുക്ക് അളക്കാം. ഈ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള നീളം അത് യു എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് കണക്ക് ചെയ്യുമ്പോൾ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ടു ദ ഒബ്ജക്റ്റ്, അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് പകരം അതായത് നമുക്ക് ഷോർട്ടായിട്ട് യു എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെയോ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ടു ദ ഇമേജ്, ഈ ഇമേജിലേക്കുള്ള ആ ഒരു ദൂരം, ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് നമ്മൾ സിമ്പൽ കൊടുക്കുന്നത് വി എന്ന സിമ്പലാണ്. സ്മോൾ ലെറ്റർ വി. അതേപോലെ നമ്മൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത്തിനെ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 5 സെന്റിമീറ്റർ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് സിമ്പിളായിട്ട് അതിനെ എഫ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന രീതിയിൽ കൊടുക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ചില സൈൻ കൺവെൻഷൻസ് കൂടിയുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് 20 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നതിന് പകരം പ്ലസ് മൈനസ് എന്നീ സൈൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമുക്ക് നോക്കാം. ഒരു കാര്യം താഴെ പറഞ്ഞിട്ടുണ്ട്, സൈൻ കൺവെൻഷൻ പഠിക്കാനുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, വിച്ച് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫിഗർ. ആ ഒരു ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഏത് ലെറ്റർ കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്? യു ആണ് അല്ലേ. കണ്ടോ, ലെൻസിൽ നിന്നും ഈ ഒരു ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്റ്റൻസ് ഡസ് ദ ലെറ്റർ വി റെപ്രസെന്റ് ഇൻ ദ ഫിഗർ. വി എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ആ ഈ ഒരു ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ടു ദ ഇമേജ്, ആ ഒരു ഇമേജിലേക്ക് ഒപ്റ്റിക് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വി റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ വിച്ച് ഡിസ്റ്റൻസ് ഡസ് ദ ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് സ്റ്റാൻഡ് ഫോർ. എഫ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ അല്ലേ. ഈ ഒരു 3 കാര്യം നിങ്ങളിപ്പോൾ പഠിക്കുക. പിന്നെ ഒരു കാര്യം, ഈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ എച്ച് ഒ, അതായത് സ്മോൾ ലെറ്റർ എച്ച്, അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒ എന്ന് കൊടുക്കും, എച്ച് ഒ. അതേപോലെ ഇമേജിന്റെ ഒരു ഹൈറ്റ് എച്ച് ഐ എന്നും കൊടുക്കാറുണ്ട്. എച്ച് കൊടുത്തിട്ട് അതിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മളൊരു ഐ കൊടുക്കും. ഓക്കെ. ഇനി നോക്കുക, ആസ് ദ ലെൻസസ് ആൻഡ് പൊസിഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ചേഞ്ച് അപ്രോപ്രിയേറ്റ് സൈൻസ് ഫോർ ദ മെഷർമെന്റ് റിലേറ്റഡ് ടു ദ ലെൻസ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് നമുക്ക് ഇതിനൊരു ചില സൈൻസും കൂടെ കൺസിഡർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് അടുത്ത് നോക്കാം, എന്താണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ലെൻസ് അപ്രോപ്രിയേറ്റ് സൈൻസ് ഷുഡ് ബി ഗിവൻ ഫോർ ദ മെഷർമെന്റ്സ്. എന്താണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ യുവും വിയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ, യു എന്താണ് വി എന്താണെന്നൊക്കെ പഠിച്ചു, എഫ് എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് ചെയ്യുമ്പോൾ
നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈൻസ് കൂടെ കൺസിഡർ ചെയ്യണം. പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. റൂൾസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ദീസ് റൂൾസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ലെൻസസ് ഇൻ ജനറൽ. ലെൻസസിൽ ഈ ഒരു റൂൾസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ്. അതായത് ഇതിൽ നമ്മൾ എന്തൊക്കെ ഡിസ്റ്റൻസ് പഠിച്ചു? ഈ ഒരു ഡിസ്റ്റൻസ് യു പഠിച്ചു അല്ലേ, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ടു ദ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ചിലപ്പോൾ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു. പിന്നെ ഒരു ഫോക്കൽ ലെങ്ത് ഒരു ഡിസ്റ്റൻസ് അല്ലേ, പിന്നെയോ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഒരു ഡിസ്റ്റൻസ് അല്ലേ. ഇതെല്ലാം മെഷർ ചെയ്യേണ്ടത് ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് അളക്കണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു കേസിലാണെങ്കിൽ, ഈ ഒരു ചിത്രത്തിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് അളക്കണം. അതേപോലെ എഫിലേക്ക് ദൂരം നമ്മൾ ഇവിടെ ഇങ്ങനെ വലത്തോട്ട് അളക്കും. ഇവിടെയോ കേട്ടോ, ഇവിടുന്ന് ഇങ്ങനെ അളക്കും ബി. അത് ഒന്നാമത് പറഞ്ഞ കാര്യം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് റേ ഷുഡ് ബി കൺസിഡേർഡ് പോസിറ്റീവ് ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷുഡ് ബി കൺസിഡേർഡ് നെഗറ്റീവ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചാൽ ഇവിടെ നിന്ന് ആ ഒരു റേ ഓഫ് ലൈറ്റ് വരക്കണമല്ലോ. നമ്മൾ ലെൻസിലേക്കല്ലേ ആ ഒരു ലൈറ്റ് റേ വരക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ചിത്രത്തിൽ ഏത് ഡയറക്ഷനാണ്? ഈ ഒരു ഡയറക്ഷനിലല്ലേ ലൈറ്റ് റേ പോകുന്നതായിട്ട് വരക്കുന്നത്. ഈ ഒരു ചിത്രത്തിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേ ഒരു ഡയറക്ഷനിൽ നമ്മളൊരു ഡിസ്റ്റൻസ് അളക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഈ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഈ ഒരു ഓയിൽ നിന്ന് ഈ ഒരു ഡയറക്ഷൻ അളക്കുന്നുണ്ട് അല്ലേ. ഈ ഓയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ അളക്കുന്നു. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷൻ അല്ലേ, ആണല്ലോ അല്ലേ. രണ്ടും ഈ ഒരു കേസിൽ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ അളക്കുന്നത്, അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം ഡിസ്റ്റൻസസിന് പ്ലസ് സൈൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ 20 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു അകലമെങ്കിൽ പ്ലസ് 20 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇനി നോക്കുക, ഒബ്ജക്റ്റിലേക്കുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? ഇവിടെയാണ് ഒബ്ജക്റ്റ്, അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് അളക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് അളക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഇൻസിഡന്റ് ലൈറ്റ് റേയുടെ ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ. അതുകൊണ്ട് ഇത്തരം അളവുകൾ നമ്മൾ നെഗറ്റീവ് സിമ്പിളാണ് അതിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ -10 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഇവിടെ ഫോക്കസ് ദൂരം, അതായത് ഫോക്കൽ ലെങ്ത് നമ്മൾ ഇതേ ഒരു ഡയറക്ഷനിലാണ്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഈ ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ അളക്കാറ്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ദൂരം ഫോക്കൽ ലെങ്ത് എന്താണ്? പോസിറ്റീവ് ആണ്, പ്ലസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് സിമ്പിൾ കൊടുക്കും. ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ നമ്മൾ +5 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ കൊടുക്കും. ഓക്കെ, കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ്. ഓക്കെ, അതേസമയം കോൺകേവ് ലെൻസിന്റെ കേസിലാണെങ്കിൽ അതിൽ മൈനസ് ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, താഴെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. അടുത്ത് നോക്കുക, ഡിസ്റ്റൻസസ് മെഷേർഡ് എബവ് ദ ഒപ്റ്റിക് ആക്സിസ് ഷുഡ് ബി കൺസിഡേർഡ് പോസിറ്റീവ് ആൻഡ് ദോസ് ബിലോ ഷുഡ് ബി കൺസിഡേർഡ് നെഗറ്റീവ്. അതായത് ഈ ഒരു ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് മുകളിലോട്ട് അളക്കുന്ന ഡിസ്റ്റൻസസ് അത് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കും, ശ്രദ്ധിക്കൂ. നമ്മൾ ഒബ്ജക്റ്റിന്റെ ആ ഒരു ഹൈറ്റ് ഇവിടെ പോസിറ്റീവായിട്ട് എടുക്കും, മുകളിലോട്ടല്ലേ. ഓക്കെ, ഇപ്പോൾ ഇതൊരു 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ +1 സെൻറ്റിമീറ്റർ നമുക്ക് എഴുതാം ഇക്വേഷനുകളിൽ. അപ്പോൾ ഇമേജോ താഴത്തേക്ക് ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഇമേജാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്തരം വാല്യൂസ് ഇതിന് ബിലോ ആയിട്ട് ഡൗൺവേർഡ്സ് ആയിട്ട് മെഷർ ചെയ്യുന്നത് നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം. കുഴപ്പമില്ല, നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് താഴെ ഡിസ്കസ് ചെയ്യും, അപ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു 3 ലോസ് ആണ്. ഇനി നോക്കുക, Cartesian sign convention can be used to solve mathematical problems using general equations in different contexts. There is no need to consider whether the object is on the left or right side of the lens. അതായത് നിങ്ങൾ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ ഒബ്ജക്റ്റ് എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ ഇതൊക്കെ സോൾവ് ചെയ്യുമ്പോൾ അതിൽ സൈൻ ഒക്കെ കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കേണ്ടത് മെയിനായിട്ട് എന്താണ്? ആ ഒരു ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ഏതാണ് എന്നാണ് നോക്കേണ്ടത്. എന്നിട്ട് വേണം നിങ്ങൾ പോസിറ്റീവ് എന്ന് കൊടുക്കണോ നെഗറ്റീവ് എന്ന് കൊടുക്കണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്.
ഇവിടെ നോക്കുക, ഒബ്സർവ് ഫിഗേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ടേബിൾ ബേസ്ഡ് ഓൺ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഈ രണ്ട് ഫിഗേഴ്സ് നോക്കുക, ഇത് ഏകദേശം ഒരേപോലെയാണ്. ഇവിടെ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് 25 സെന്റിമീറ്റർ അകലത്തിൽ. താഴത്തെ ചിത്രത്തിലാണെങ്കിൽ ഒബ്ജക്റ്റ് റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്, അതും 25 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ബാക്കി എല്ലാ അളവുകളും സെയിം ആണെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക്. ജസ്റ്റ് നമ്മൾ ലെഫ്റ്റും റൈറ്റും മാറ്റി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലേ. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഡയറക്ഷൻ, ഇവിടെയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. പക്ഷെ നമുക്കറിയാം ഇത് ഏകദേശം സമാനമായ സാഹചര്യമാണ്. അതായത് ലെഫ്റ്റ് വെച്ചാലും റൈറ്റ് വെച്ചാലും അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഈ ഒരു റേയുടെ ഡയറക്ഷൻ മാത്രമാണ് നോക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് താഴെയുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഫസ്റ്റത്തെ ഫിഗറിന്റെ ഒരു ടേബിളാണ്, ഇത് സെക്കൻഡ് ഫിഗർ ആണ്. അപ്പോൾ ഇതിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മൾ ഓരോ വാല്യൂസ്, അതായത് യു എന്താണ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വി, പിന്നെ ഫോക്കൽ ലെങ്ത് എഫ്, എച്ച് ഒ, എച്ച് ഐ എന്നിവ രേഖപ്പെടുത്തിയാൽ നമ്മൾ ഇതിൽ കൊടുത്താൽ നമുക്ക് മനസ്സിലാകും ലെഫ്റ്റ് സൈഡിൽ വെച്ചാലും റൈറ്റ് സൈഡിൽ വെച്ചാലും ഈ അളവുകളൊക്കെ ഒരേപോലെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. നോക്കിക്കോളൂ, ഇതാ നമുക്ക് നോക്കാം. ഒന്നാമത്തത് യു, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒന്നാമത്തെ ചിത്രത്തിൽ ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമ്മൾ ഓയിൽ നിന്ന് അളക്കണം എന്ന് അറിയാലോ, നമുക്ക് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് അളക്കണം. അപ്പോൾ അത് മെഷർ ചെയ്യുന്ന ഒരു ഡയറക്ഷൻ എന്താണ്, ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നുകൊണ്ട് നെഗറ്റീവ് സിമ്പൽ കൊടുക്കണം, നെഗറ്റീവ് -25 എന്ന് കൊടുക്കണം. എന്തുകൊണ്ട്, മെഷർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് റേ. ഓക്കെ, അതേപോലെ താഴത്തെ ചിത്രം നോക്കുക. ജസ്റ്റ് നമ്മൾ ലെഫ്റ്റും റൈറ്റും മാറ്റി വരച്ചാലേ ഉള്ളൂ. ഇവിടെ ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, കാരണം ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു. നമ്മൾ എപ്പോഴും ലെൻസിലേക്കല്ലേ വരക്കാറ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു എങ്ങനെ മെഷർ ചെയ്യും? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ മെഷർ ചെയ്യും. ഇപ്പോഴും ഇവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ഇത്, നമ്മൾ മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ ഇത്. അതുകൊണ്ട് ഇവിടെയും നെഗറ്റീവ് സിമ്പിൾ തന്നെയല്ലേ, -25 -25 എന്ന് കൊടുക്കും. കണ്ടോ, -25 സെന്റിമീറ്റർ. എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്തത് കൊണ്ട്. ഇപ്പോൾ രണ്ട് കേസിലും നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാറ്റി വരച്ചാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിന് വേണ്ട മെഷർമെന്റ്സ് ഒക്കെ ഒരേ സിമ്പിൾ പോലെ, അതായത് ഒരേ സിമ്പിൾ വെച്ച് കൊടുക്കുന്നതായിട്ട് മനസ്സിലാവും. ഒരേ സൈൻ വെച്ച് പെടുത്തണമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതേപോലെ തന്നെ ബാക്കിയും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ഇത് രണ്ട് പോസിറ്റീവാണ്, കാരണം ഇൻ ദ സെയിം ഡയറക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നതുകൊണ്ടാണ്. കണ്ടോ, +100 സെന്റിമീറ്റർ +100 സെന്റിമീറ്റർ. ഇവിടെ HO +1 സെന്റിമീറ്റർ പോസിറ്റീവ് ആണ്. എന്തുകൊണ്ട്, മെഷർഡ് ഫ്രം ദ ഒപ്റ്റിക് ആക്സിസ് അപ്വേർഡ്സ്, മുകളിലോട്ടാണ് അത് മെഷർ ചെയ്യുന്നത്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, കണ്ടോ, മുകളിലോട്ട്. അതേപോലെ ഇമേജ് താഴത്തേക്ക് ഡൗൺവേർഡ്സ് ആണ്, അതുകൊണ്ട് -4 സെന്റിമീറ്റർ നമ്മൾ കൊടുക്കും. കണ്ടോ, നെഗറ്റീവ്. ഓക്കെ, അടുത്ത് നോക്കാം ലെൻസ് ഇക്വേഷൻ. Image formed by a lens is determined by the position of the object and the focal length of the lens. അതായത് ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ ഒബ്ജക്റ്റ് എവിടെ വച്ചിട്ടുണ്ട് എന്നതും അതേപോലെ ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് എന്നതുമാണ്. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ ദം ഈസ് മെയ്ഡ് ക്ലിയർ ബൈ ദ ലെൻസ് ഇക്വേഷൻ. ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇവ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്തൊക്കെയാണ്, യു അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ വി, പിന്നെ ഫോക്കൽ ലെങ്ത് ആയ എഫ് എന്നിവ തമ്മിലുള്ള റിലേഷൻ നോക്കുക. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതാണ് ലെൻസ് ഇക്വേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, കോൺവെക്സ് ലെൻസിന് എഫ് പോസിറ്റീവ് ആയിരിക്കും, കോൺകേവ് ലെൻസിന് എഫ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് എഫ്, വി, യു എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഇതേ ഇക്വേഷന നമുക്ക് മാറ്റി എഴുതാം, ഈ ഒരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ്, നമുക്ക് ആദ്യം നോക്കാം. F/V ഈക്വൽ ടു 1/v മൈനസ് 1/u ആണല്ലോ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു എങ്ങനെ മാറ്റി എഴുതാം, ഇങ്ങനെ എഴുതാം അല്ലേ. 1 മൾട്ടിപ്ലൈ ബൈ യു എത്രയാണ്, 1 ഗുണിക്കണം യു, ഒരു യു എന്ന് വെച്ചാൽ യു. ഓക്കെ, യു, പിന്നെ ഇവിടെ സിമ്പിൾ മൈനസ്. ഇനി 1 മൾട്ടിപ്ലൈഡ് ബൈ വിയോ, ഒരു വി എന്ന് വെച്ചാൽ വി ആണ്, വി. ഓക്കെ, ഡിവൈഡഡ് ബൈ, അടിയിൽ എന്താണ്, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം.
അതായത് വി മൾട്ടിപ്ലൈഡ് ബൈ യു. നമുക്ക് സിമ്പിളായിട്ട് വി യു എന്ന് എഴുതാം, അല്ലെങ്കിൽ യു വി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, യു വി എന്ന് എഴുതാം. യു വി എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം എന്നാണ് ഉദ്ദേശിച്ചത്. യു വി അതായത് 1/f നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഈ രീതിയിൽ മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ എഫിനുള്ള ഇക്വേഷൻ ഏത് രീതിയിൽ എഴുതാം? കണ്ടോ, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു, അതായത് 1 അടിയിൽ എഴുതി എഫ് മുകളിൽ എഴുതി. അപ്പോൾ എന്തായി? എഫ് ഡിവൈഡഡ് ബൈ 1 എന്നായി, അതായത് എഫ് എന്നായി. ഓക്കെ, ഇത് തിരിച്ചിട്ട് എന്തായി? എഫ് എന്നായി. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ തിരിച്ചിടണമല്ലോ, അതായത് യു മൈനസ് വി അടിയിൽ പോകും, യു വി മുകളിൽ പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഫ് കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഇത് രണ്ടും ലെൻസ് ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റും ഡിസ്റ്റൻസ് ടു ദ ഇമേജ്. റൈറ്റ് ഡൗൺ ദ മെഷർമെന്റ്സ് യൂസിങ് ദ സൈൻ കൺവെൻഷൻസ്. ആ സൈൻ കൺവെൻഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് മെഷർമെന്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അതിന്റെ ഫോക്കൽ ലെങ്ത് കാണാനും പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് കാണാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ? ഡയറക്റ്റ് എഫ് കാണേണ്ട ഇക്വേഷൻ ആണിത്. നോക്കാം, ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് വച്ചിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് റേ നമ്മൾ വരക്കേണ്ടത് ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലേ? ലെൻസിലേക്കല്ലേ ലൈറ്റ് റേ വരക്കേണ്ടത്. ഇനി ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഉണ്ടോ, 90 സെന്റിമീറ്റർ ആണ്, 90 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിന് സൈൻ എന്ത് കൊടുക്കണമെന്ന് കൂടി നമുക്ക് അറിയണ്ടേ? നമ്മൾ ഈ ഓയിൽ നിന്നാണ് അളക്കേണ്ടത്, ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് അളക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ 90 സെന്റിമീറ്റർ ഈ ഒരു ഡയറക്ഷൻ അളക്കുന്നു, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ലൈറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ, അതുകൊണ്ട് മൈനസ് സൈൻ വരും, -90 സെന്റിമീറ്റർ. മെഷർമെന്റ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇൻസിഡന്റ് റേ, അങ്ങനെ ആയതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. ഇനി ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, അതായത് വി ഈക്വൽ ടു +30 സെന്റിമീറ്റർ. എന്തുകൊണ്ട്? ഈ ലൈറ്റ് റേയുടെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഈ വി അളക്കുന്നത്, 30 സെന്റിമീറ്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റ് രണ്ട് അളവുകൾ കൂടി എഴുതാം. എന്തൊക്കെയാണ്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, അപ്വേർഡ്സ് ആണ് അളക്കുന്നത് അല്ലേ? എത്രയാണ്? +1.8 സെന്റിമീറ്റർ. എച്ച് ഒ എന്ന് വെച്ചാൽ +1.8 സെന്റിമീറ്റർ. ഇവിടെ എച്ച് ഐ ഒ താഴത്തേക്കല്ലേ, ഡൗൺവേർഡ്സ് അല്ലേ? അപ്പോൾ എച്ച് സബ്സ്ക്രിപ്റ്റ് ഐ ഈക്വൽ ടു എത്രയാണ്? -0.6 സെന്റിമീറ്റർ. ഇനി എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആ ലെൻസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു എഫിന്. ഇപ്പോൾ നമുക്ക് യു അറിയാം, വി അറിയാം, അത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് എഫ് കണ്ടുപിടിക്കാമല്ലോ. എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി. യു എത്രയാണ്? -90 സെന്റിമീറ്റർ ആണ്, നമ്മളിവിടെ കൊടുത്തു. വി +30 സെന്റിമീറ്റർ ആണ്, അത് നമ്മളിവിടെ കൊടുത്തു. ഡിവൈഡഡ് ബൈ -90 സെന്റിമീറ്റർ മൈനസ് പിന്നെ വി എത്രയാണ്? +30 സെന്റിമീറ്റർ. ഇതെങ്ങനെ ചെയ്യാം നോക്കൂ, രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇതിന്റെ സൈൻസ് വ്യത്യസ്തമാണ്, ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ് അല്ലേ? ഇത്തരം സാഹചര്യത്തിൽ എന്താവും നോക്കുക, രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സൈൻസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, കണ്ടോ ഇവിടെ മൈനസ് ഇവിടെ പ്ലസും ആണെങ്കിൽ അതിന്റെ ആൻസറിൽ മൈനസ് സൈൻ ആണ് വരുന്നത്. കണ്ടോ, നമുക്കറിയാം 5 മൾട്ടിപ്ലൈ ബൈ 5 25 ആണ്. സൈൻ എത്രയാണ് വരുന്നത്? ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഓപ്പോസിറ്റ് സൈൻസ് അല്ലേ, അപ്പോൾ മൈനസ് വരും. ഇവിടെയോ +5 മൾട്ടിപ്ലൈ ബൈ -5, ഓപ്പോസിറ്റ് സൈൻസ് ആണല്ലോ, അപ്പോൾ മൈനസ് വരും. ഇവിടെയോ -5 മൾട്ടിപ്ലൈ ബൈ -5, അതായത് സെയിം സൈൻ ആണല്ലേ, മൈനസ് മൈനസ്, അപ്പോൾ ഇവിടെ പ്ലസ് വരും. ഇവിടെ പ്ലസ് പ്ലസ്, അപ്പോൾ ഇവിടെ പ്ലസ് വരും. അതുപോലെ നമുക്ക് ഇവിടെ ഗുണിച്ചെഴുതാം. എങ്ങനെയാണ്? 90 മൾട്ടിപ്ലൈഡ് ബൈ 30 എത്രയാണ്? 2700 ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈൻ അല്ലേ, ഇവിടെ മൈനസും ഇവിടെ പ്ലസും, അപ്പോൾ ഇവിടെ മൈനസ് സൈൻ വരും എന്ന് പറഞ്ഞിരുന്നല്ലേ. -2700 സെന്റിമീറ്റർ സ്ക്വയർ. നോക്കൂ, ഇവിടെ സെന്റിമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ സെന്റിമീറ്റർ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്റർ നോക്കുക, -90 സെന്റിമീറ്റർ മൈനസ് +30 സെന്റിമീറ്റർ. ഇവിടെ മൈനസും പ്ലസും അടുത്തടുത്ത് വന്നു. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈൻസ് അടുത്തടുത്ത് വന്നാൽ -5 മൈനസ് +5 ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ, ഓപ്പോസിറ്റ് സൈൻസ് ആണ് അടുത്തടുത്ത് വന്നിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ മൈനസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടെ കണ്ടോ, പ്ലസ് മൈനസ് അടുത്തടുത്ത് വന്നു, അപ്പോൾ നമുക്ക് മൈനസ് മാത്രം കൊടുത്താൽ മതി. ഇനി സെയിം സൈൻ ആണെങ്കിൽ -5 മൈനസ് -5 എന്നാണെങ്കിൽ നമ്മളിത് പ്ലസ് ആക്കി എഴുതണം. കണ്ടോ, പ്ലസ്, ഇവിടെ സെയിം സൈൻ ആണ്, +5, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് എന്ന് മാത്രം എഴുതാം. ഇവിടെ -5 പ്ലസ്, അപ്പോൾ ഇവിടെ എന്താണ്? മൈനസും പ്ലസും അടുത്തടുത്ത് വന്നു, നമ്മൾ മൈനസ് എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എത്രയാണ്? എന്താണ്? -90 സെന്റിമീറ്റർ -30 സെന്റിമീറ്റർ. അപ്പോൾ എത്രയായി? അതായത് മൈനസ് എന്ന് വെച്ചാൽ കുറക്കണം 90 കുറക്കണം 30, അപ്പോൾ ആകെ എത്ര കുറച്ചു? 120 കുറച്ചുവല്ലോ. അതുകൊണ്ടാണ് -120 സെന്റിമീറ്റർ എന്ന് കൊടുത്തത്. ഇനി
ഡിവിഷൻ, അതായത് ഇങ്ങനെ ഹരിക്കുമ്പോൾ ഈ രണ്ട് സംഖ്യകൾ നമ്പേഴ്സ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലും താഴെയും ഒരേ സൈൻ ആണെങ്കിൽ നമുക്ക് ആൻസറിൽ പ്ലസ് സൈൻ ആയിരിക്കും വരുന്നത്. അതേസമയം മുകളിലും താഴെയും വേറെ വേറെ സൈൻസ് ആണെങ്കിൽ മൈനസും വരും. ഓക്കെ, ഇനി ഇവിടെ മുകളിൽ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ സെന്റിമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ സെന്റിമീറ്റർ ആണ് നമുക്കറിയാം അല്ലേ. മുകളിൽ സെന്റിമീറ്റർ സ്ക്വയർ, അടിയിൽ സെന്റിമീറ്റർ മാത്രം അല്ലേ, അടിയിൽ സെന്റിമീറ്റർ. ഓക്കെ, ഇതിൽ മുകളിലും താഴെ ഓരോ സെന്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ സെന്റിമീറ്റർ മാത്രം അവശേഷിക്കും അല്ലേ. ആ ഒരു സെന്റിമീറ്റർ നമ്മൾ ഇവിടെ എഴുതി. പ്ലസ് 22.5 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് ജസ്റ്റ് 2700 ഹരിക്കണം 120 ചെയ്യാം. അവസാനത്തെ 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ എത്രയാണ് 270 ഡിവൈഡ് ബൈ 12 എത്ര ചെയ്ത് നോക്കാം. ഈ ഒരു ആൻസർ കിട്ടും. Since the focal length is positive, it can be understood that the principal focus is real and the lens used here is convex. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നിങ്ങൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചപ്പോൾ അത് പോസിറ്റീവാണ്. അത് പോസിറ്റീവ് ആയാൽ നമുക്കറിയാം അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് അറിയാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സിൻസ് ദ ഫോക്കൽ ലെങ്ത് ഈസ് പോസിറ്റീവ്, ഇത് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് കിട്ടി. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് റിയൽ. പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണെന്ന് പറയാം. പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആകുന്ന ഏതിലാണ്? കോൺവെക്സ് ലെൻസിലാണ്. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം, അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് അറിയാം. അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്, അതായത് കോൺവെക്സ് ലെൻസിൽ എപ്പോഴും എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആയിരിക്കും എന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഈസ് പോസിബിൾ to find how many times the size of the image is to the size of the object. ഈ ഒബ്ജക്റ്റിന്റെ സൈസിന്റെ എത്ര മടങ്ങാണ് ഇമേജിന്റെ സൈസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നതാണ്. ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന്. അതാണ് മാഗ്നിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.